മലപ്പുറം തിരൂർ വളവന്നൂരിൽ സ്കൂൾ കുട്ടികൾക്ക് നേരെ പാഞ്ഞടുത്ത തെരുവു നായ്ക്കൾ. ചെറവന്നൂർ GM-LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കു നേരെയാണ് കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. ഓടുന്നതിനിടയിൽ നിലത്ത് വീണ ഇഷ വാഹിദ് എന്ന 3ാം ക്ലാസ്സുകാരി ചെരുപ്പെടുത്ത് നായ്ക്കളെ എറിഞ്ഞോടിക്കുകയായിരുന്നു. രമ്യദാസ് ഉണ്ട്. രമ്യ, ഈ തെരുവുനായ ശല്യത്തിന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് ഭേദം. ഈ ഓരോ തവണയും ഓരോ ദിവസവും ഈ തെരുവുനായ ശല്യം നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. ആ സമയത്ത് ഈ വന്ധ്യംകരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ അതിന് ഒരു ശാശ്വത പരിഹാരം നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഈ സ്ഥിരമായി തെരുവുനായ സാന്നിധ്യമൊക്കെ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണോ? നിലവിൽ വളവന്നൂർ മേഖലയിൽ തെരുവുനായ്ക്കളുടെ ശല്യം കൂടുതലാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസവും തികച്ചും കുട്ടികൾ രക്ഷപ്പെട്ടത് വളരെ കഷ്ടപ്പെട്ടാണ് കുട്ടികൾ തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതായത് മലപ്പുറം തിരൂർ വളവന്നൂരിൽ സ്കൂൾ വിട്ട് തിരികെ വീട്ടിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുത്തതോടെ കുട്ടികൾ പേടിച്ച് പിന്തിരിഞ്ഞ് ഓടുകയായിരുന്നു. നായ്ക്കളും പുറകെ ഓടി. ഇതിനിടയിൽ നിലത്ത് വീണ 3ാം ക്ലാസ്സുകാരി ഇഷ വാഹിദ് എന്ന കുട്ടി തന്റെ ചെരുപ്പൂരി നായ്ക്കൾക്ക് നേരെ എറിഞ്ഞു. ഇതോടുകൂടി ഇവര് പിന്തിരിയുകയായിരുന്നു. കഷ്ടിച്ചാണ് ഇത്തരത്തിൽ കുട്ടികൾ കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ടത്. ഇത് സമീപത്തെ വീട്ടിലെ CCTV-യിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ വിദേശത്ത് നിന്ന് വീട്ടുടമ പരിശോധിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. മേഖലയിൽ പൊതുവെ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നാണ് പ്രദേശവാസികളും പറയുന്നത്. ശരി രമ്യ, തെരുവുനായ ആക്രമണം ഓരോ ദിവസവും സംസ്ഥാനത്ത് പല ഭാഗങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ അത് മലപ്പുറം തിരൂരിൽ നിന്നുള്ളതാണ്. അവിടെ വളവന്നൂരിൽ സ്കൂൾ കുട്ടികൾക്ക് നേരെ തെരുവുനായ പാഞ്ഞെടുത്ത ദൃശ്യങ്ങൾ. കുഞ്ഞുങ്ങൾക്ക് 2 തെരുവുനായ്ക്കൾ കുഞ്ഞുങ്ങൾക്ക് പുറകെ ഓടുന്നുണ്ട്. പക്ഷേ ഒരു കുഞ്ഞ് എന്തോ ഒരു സാധനം എറിഞ്ഞ് നായ്ക്കളെ അവിടുന്ന് തുരത്തുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത്. രമ്യാദാസാണ് വിവരങ്ങൾ നൽകിയത്.